നിമിഷ ഇതെന്നെ വിഷമിച്ചിരിക്കുന്ന നീ ഇതുവരെ നിന്റെ വിഷമം തീർന്നില്ലേ? ഒരു ചെറിയ വിഷമമുണ്ട്. നമ്മൾ അനീഷയുടെ കപ്പ് കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അതോർത്തിട്ടാണ് നീ ഇപ്പോൾ വിഷമിക്കണേ. ബിഗ് ബോസ് കഴിഞ്ഞ അല്ലല്ല, ബിഗ് ബോസ് ഒക്കെ കഴിച്ച് നമ്മളിപ്പം ഫേസ്ബുക്ക് ഒക്കെ നോക്കുമ്പോഴേ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആ കുറെ അവരെ ഇറങ്ങി വരുന്നതും ഒക്കെ ഒരു കുറെ മെമ്മറീസ് അതൊക്കെ ഇങ്ങനെ നോക്കുമ്പം ഒരു സങ്കടം. അതൊരു നേരം പോക്കായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെ വേറെ ഒന്നും ടി വിയിൽ അങ്ങനെ അധികം ഒന്നും കാണാറില്ല. ഞങ്ങൾ ഒന്നും കാണുന്നത് സിനിമ പോലെ വല്ലപ്പോഴും കാണുന്ന ഒരു പരിപാടിയായിരുന്നു ബിഗ് ബോസ്. 3 മാസം കഴിഞ്ഞ് എങ്ങനെ പോയെന്ന് അറിയില്ല. നമ്മൾ വിചാരിച്ചവർ ജയിച്ചില്ല അല്ലെ? നീ അനീഷ് ജയിക്കുന്നല്ലോ. ഞാൻ അനീഷ് ജയിക്കുന്നതാണ് വിചാരിച്ചാൽ എനിക്ക് നെവിനെ ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും പറഞ്ഞ ആള് ജയിച്ചില്ല. അനുപാട് കപ്പ് കൊണ്ടുപോയി. എന്നാലും കുഴപ്പമില്ല. അതെ അതെ, ഇപ്പൊ നമ്മള് പറയുന്ന പോലല്ലോ. അവരുടെ അവർക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി കാണും, അത് വെച്ചിട്ടായിരിക്കും അവര് അസസ് ചെയ്ത് വോട്ട് എല്ലാം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഒരാള് കാണുമല്ലോ. അതെ, അതൊക്കെ പോട്ടെ. ഇതിപ്പോ എന്നാ പരിപാടി? നീ ഇപ്പം വീട്ടിൽ തിരിച്ചെത്തി. ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയതായിരുന്നു ഇന്ന് പുറത്ത്. അതെ, സാധനം മേടിക്കാൻ പോയി. എനിക്കൊന്നും കിട്ടിയില്ല. ഇച്ചാനും കിട്ടി. ഞാനൊരു $100-150 സാധനം എനിക്ക് മാത്രം മേടിച്ചോണ്ട് വന്നു. നിമിഷയ്ക്ക് ഒരു ഡ്രസ്സ് മേടിക്കാൻ പോയതാ അല്ലെ? നിമിഷ നമ്മുടെ സിറ്റിസൺഷിപ്പിന് ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ പോകുന്നു. സെറമണി വരുന്നുണ്ട് ഒരു 2 വീക്സ് കഴിയുമ്പോൾ. ഹാപ്പി ന്യൂസ് ആണ് കേട്ടോ. നിമിഷ ഓസ്ട്രേലിയക്കാരിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ സെറമണിക്ക് വേണ്ടിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എനിക്ക് കിട്ടിയില്ല. തീർച്ചയായിട്ടും. പക്ഷെ ഒന്ന് വെറുതെ വന്ന ഒരാൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുമായിട്ട് കൈ നിറയെ ഡ്രസ്സുമായിട്ട് തിരിച്ചു. അതെ, എല്ലാ പ്രാവശ്യം നടക്കണ പോലെ ഞാൻ ഒരു ബാഗ് നിറച്ച ഡ്രസ്സുമായിട്ട് ഇതേ എല്ലാം ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. ജിമ്മിൽ വേറെ ഒന്നുമല്ല കേട്ടോ. ജിമ്മിലൊക്കെ ഇടാനായിട്ട് കുറച്ച് ടീഷർട്ടും അതെ ഷോർട്സ് ഒക്കെ മേടിച്ചതാ കേട്ടോ. എന്താ പറയാ, എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കൈ നിറയെ സാധനങ്ങളുമായിട്ട് നിനക്കൊന്നും മേടിച്ചില്ല, പിള്ളേർക്ക് മേടിച്ചില്ല. പിള്ളേർക്ക് കുറച്ച് ഡയപ്പറും പിള്ളേർക്കല്ല റീവിന് ഡയപ്പറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചത്. എനിക്ക് മേടിച്ചത് ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇനി എന്നാ പരിപാടി നിമിഷ? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. രണ്ടും ഒരു സ്കൂളിലാണ്. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇട്ട ഡ്രസ്സൊക്കെ മേടിക്കണമെങ്കിൽ പാടായിരിക്കും. പിള്ളേരുള്ളപ്പോഴേ നമുക്ക് ഇട്ട് നോക്കാനൊക്കെ പാടെ, സമയം ഒത്തിരി എടുക്കൂലോ. അപ്പൊ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കുക്ക് ചെയ്യണം. എന്ത് വെച്ചാൽ കുക്ക് ചെയ്യുന്നത് ഇന്നലെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് മീൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബിരിയാണിയോ ഫിഷ് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഹലോ, അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിക്കണതിന് മുന്നേ നമുക്കൊരു ചെറിയ Q&A ചെയ്യാലോ നിമിഷ? ഞങ്ങളൊരു ചെറിയ Q&A ചെയ്യാൻ ഉള്ളൊരു പ്ലാനിലാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ. അതുപോലെ ഒരുപാട് നാളെ നമ്മൾ Q&A ചെയ്തിട്ട് അല്ലെ? അവസാനമായിട്ട് നമ്മൾ Q&A ചെയ്തത് എന്താ? ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. എനിക്ക് 2-3 മാസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഉടനെയോ അങ്ങനെ കണ്ട നമ്മൾ ഓർമ്മ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇതൊരു ചെറിയ ഈ പുള്ളിക്കാരൻ നമുക്ക് അധികം വീഡിയോ ഒന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിടിച്ചിരുത്തിയതാ. അതെ, എന്നെ നിർബന്ധിച്ച് നിമിഷ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയാണ് കേട്ടോ. എന്തായാലും ഞാൻ പെട്ടുപോയി. Q&A ഞാനും കൂടെ ഉണ്ട്. ഇരുന്നേ പറ്റുള്ളൂ. അതെ, അതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ ചാച്ചൻ ഹോസ്പിറ്റലിലാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പം എന്താ പറയാ, നമ്മളെല്ലാരും ഭയങ്കര വിഷമത്തിലും പ്രാർത്ഥനയിലും ആണ് കേട്ടോ. അതാണ് അധികം വീഡിയോസ് ആയിട്ട് നമ്മൾ വരാത്തത്. ഇപ്പം ഏതായാലും ചാച്ചൻ ബെറ്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും എന്താ പറയാ പ്രാർത്ഥനയൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാവരും ഒത്തിരി നന്ദി. കുഴപ്പമില്ല. കമന്റ് അല്ലേ, എത്ര കമന്റ് ചാച്ചന്, ഒരുപാട് കമന്റ്സ് ചാച്ചന് നിങ്ങള് എന്താ പറയാ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ചാച്ചന്റെ വീടിന്റെ നാട് നിങ്ങൾ എഴുതുന്നത് നമ്മൾ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മളിങ്ങനെ പേടിച്ചിരിക്കുവോ എന്ത് സംഭവിക്കുന്ന അറിയാൻ പാടില്ല. നാട്ടിൽ പോയാലോ എന്ന് വരെ നമ്മൾ ആലോചിച്ചാണ് അല്ലെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നന്നായിട്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളെ ഇത്രയും നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെന്നിൽ ഓർത്താൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഏതായാലും സർജറി ഒക്കെ കഴിഞ്ഞു, റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റിക്കവറി പീരീഡ് കുറച്ച് നാൾ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ചാച്ചൻ ഹോസ്പിറ്റലൈസ് ആണ്. ഒരാഴ്ച 3 ദിവസം പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷെ 2-3 ദിവസം പറഞ്ഞു പോയതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായി. ഇന്ന് കറക്റ്റ് ഒരാഴ്ച. നമ്മൾ ഫുൾ റിക്കവർ ആയിട്ട് പോയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം രണ്ട് സൈഡിൽ നിന്ന്, ഡോക്ടേഴ്സിനും അങ്ങനെ അഭിപ്രായം, ചാച്ചനും അവരും. അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫുള്ളി റിക്കവർ ആയിട്ട് പോകും എന്നുള്ളൊരു ഇതിലാണ്. മിക്കവാറും നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ്. അതെ, നാളെ മറ്റന്നാളോ ഡിസ്ചാർജ് ആവും. എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ചാച്ചനും അമ്മയ്ക്ക് എപ്പം നമ്മൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പോകില്ല. പക്ഷേ നമ്മൾ പോകാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ അവർ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പയ്യെ പോകാറും. അവർക്ക് എമർജൻസി ആണെങ്കിൽ നമുക്ക് പോയാൽ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം നമുക്ക് Q&Aയിലേക്ക് കിടക്കാം കേട്ടോ. നിമിഷം ഞാൻ വായിക്കട്ടെ ക്വസ്റ്റ്യൻസ്.
എല്ലാം നിമിഷയോടൊക്കെ തന്നെ ചോദിച്ചേക്കുന്നത്. എന്നോട് അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും ചോദിക്കുന്നില്ല, നിമിഷ പിള്ളേരെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം Q&Aയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചാച്ചനും അമ്മേനെ നമ്മൾ കാണാൻ പോകുന്നില്ലേ, എന്താ പോവാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈനർ സർജറി ആണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോകും. ഇപ്പം നമ്മൾ 2 വീഡിയോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകും. പക്ഷെ ഇപ്പം അവര് പറഞ്ഞു നമ്മൾ വരേണ്ട, ഡോക്ടറായിട്ട് നമ്മൾ സംസാരിച്ചു, അവരൊക്കെയായിട്ട് സംസാരിച്ചപ്പോഴും എന്താ പറയാ ഭയങ്കര സീരിയസ് അല്ല, മൈനർ സർജറി ആണ്, ഭയങ്കര കോമൺ സർജറിയാണ്, അങ്ങനെ വലിയ സർജറി അല്ലല്ലോ. അതുപോലെ അവര് ഓക്കെ ആണ്, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരും പോവാതെ. അതാണ് ഞങ്ങൾ പോവാത്ത കാരണം. പക്ഷെ ഞങ്ങള് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിമിഷ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു നമ്മുടെ സബ്സ്ക്രൈബറാണ് ചോദിച്ചിരിക്കുന്നത്. നിമിഷയുടെ ബ്ലാക്ക് ആൻഡ് റെഡ് ഡ്രസ് സൂപ്പർ. ഔസേപ്പിന് പിന്നെ ഇത് എനിക്കുള്ളൂ കേട്ടോ. ഔസേപ്പിന് തടി ഉള്ളതാ കുറച്ചുകൂടി ഭംഗിയെന്ന്. കഷ്ടപ്പെട്ട കുറച്ച് നാളെ കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഉള്ള ഡയറ്റിങ്ങും നീ ഭയങ്കര എന്ന് പറയണ്ട. ഇനിയിപ്പോ തടി കുറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ കുറച്ച് വെയിറ്റ് കുറഞ്ഞോട്ടെ, 3-4 കിലോ അറിയാൻ പറ്റും. ഇജാന്റെ ഭയങ്കര ചേഞ്ചസ് ആണ്. അതായത് ഇപ്പൊ ഫുഡിലാണെങ്കിലും അതുപോലെ എക്സസൈസ് ജിമ്മിലൊക്കെയാണ് ഇത് നേരം. അപ്പം ഒത്തിരി അതിന്റെ ഒരു ബലമാണ് കാണുന്നത്. അതുകൊണ്ട് തടി കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ തടി ഉള്ളതാണ് കുറച്ചുകൂടെ ഭംഗി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി എന്ത് ചെയ്യും, തടി വെക്കണോ? ഇല്ല, ഞങ്ങള് കുറച്ചാൾ ഇങ്ങനെ തന്നെ പോട്ടല്ലേ. ഇനിയിപ്പം അമ്മയും വരുവാണെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ പോവാണെങ്കിലൊക്കെ നമ്മള് തടി കൂടാറുള്ളോ. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചാൻ തിരിച്ച് തടിയിലേക്ക് പോകാൻ ഇച്ചാൻ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഇച്ചാൻ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്കല്ലേ ഇപ്പൊ പോകുന്നത്. ഇങ്ങനെ കുറച്ച് നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കും കേട്ടോ അല്ലേ. പിന്നെ അടുത്ത ചോദ്യം നമ്മുടെ ക്രിസ്റ്റി തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോൻ വലുതായപ്പോൾ ആളാകെ മാറിപ്പോയിരുന്നു നമ്മുടെ റീവൂട്ടൻ. റിവയുടെ ബർത്ത്ഡേയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. റിവയുടെ ബർത്ത്ഡേ ഞങ്ങള് അടിച്ചു പൊളിച്ച്. അതെ, ഞങ്ങള് അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല, വ്ളോഗായിട്ടൊന്നും ഞങ്ങൾ എടുത്തില്ല. ജസ്റ്റ് ഒരു കുഞ്ഞൊരു പരിപാടിയായിരുന്നു. നമ്മളൊരു കേക്ക് മേടിച്ചു, വേറെ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചെറിയൊരു പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് അവന്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ എടുത്തു. സ്പൈഡർമാൻ തീമിലൊക്കെ ആയിട്ട് നമ്മള് കേക്കൊക്കെ സെറ്റ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു അല്ലേ. ഫോട്ടോസ് ആയിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കൊച്ചിന് 2 വയസ്സായി. എനിക്ക് തോന്നുന്നു വളർന്ന് വലുതാകുമ്പോ ഹൈറ്റ് വെക്കുന്നുണ്ട്, വണ്ണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ അവനെ ഹെൽത്ത് ചെക്കപ്പിന് കൊണ്ടുപോയി. 2 വയസ്സാകുമ്പോൾ നമ്മള് പിള്ളേരെ കൊണ്ടുപോയി കാണിക്കണം, അസസ് ചെയ്യണം. അപ്പം അവന് ഹൈറ്റ് കൂടി കേട്ടോ. ഹൈറ്റ് കൂടി, വെയിറ്റ് കുറഞ്ഞു, അങ്ങനെ അല്ലേ. അങ്ങനെ ഓരോരോ ചേഞ്ചസ് വരുന്നുള്ളതുകൊണ്ട് അവൻ വളരുന്നത് കൊണ്ട് ഉള്ള ചേഞ്ചസ് ആണ് കേട്ടോ. അപ്പം പൊക്കം വെച്ചുകൊണ്ടാണ് അവൻ ആളാകെ മാറിപ്പോയത്. അടുത്ത ചോദ്യം റോസി തോമസ് ചോദിച്ചിരിക്കുന്നു. ഔസേപ്പിന്റെ ബീഡ് ഷേവ് ചെയ്തപ്പോൾ മുഖത്തൊരു പ്രകാശം വന്നു, ഇനി ബീഡ് വെക്കരുത് കേട്ടോ. അയ്യോ, അതും ഞാനൊരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അല്ലേ, ചെറുതായിട്ട് ബീഡ് വെച്ചാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. നീ കണ്ടിട്ടുള്ളോ? നീക്ക് വരുന്നതിന് മുന്നേ ക്ലീൻ ഷേവ് ഒക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യെങ്കിലും കൂടുതൽ സമയം എപ്പോഴും ബീഡ് കാണും കേട്ടോ. ഞാൻ പണ്ട് ക്ലീൻ ഷേവ് ആയിരുന്നു കേട്ടോ. നിമിഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ 2 മാസം 3 മാസം കൂടെ ഒന്ന് ഷേവ് ചെയ്യും, ക്ലീൻ ഷേവ് ചെയ്യും, താടി മീശ വെക്കും, താടി എടുക്കും, ഇങ്ങനെ ഓരോ സ്റ്റേജസ് ആണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ താടി മീശ അങ്ങ് വെച്ച് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇവിടെ പഠിക്കാൻ അല്ലേ. അതുകൊണ്ട് അതൊരു കാരണം കൂടെ ആണ് ഇവിടെ. എനിക്ക് ഇഷ്ടമായിരുന്നു ചേട്ടൻ്റെ താടി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കണ്ടു കൊള്ളാട്ടോ, ഇങ്ങനെയും കൊള്ളാം. 2 രീതിയിലും ഒരു വെറൈറ്റി നല്ലതാണ്. ഇടയ്ക്കൊരു ചേഞ്ച് നല്ലതല്ല, ഇടയ്ക്കൊരു വെറൈറ്റി അത് തന്നെ. പിന്നെ ആ ചോദ്യം ചോദിച്ചത് റോസി തോമസ് ആണ് കേട്ടോ. റോസി തോമസ് എന്ന് പറഞ്ഞ ആളാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 പേരും ജോലിക്ക് പോകുമ്പോൾ മക്കളെ ആരാണ് നോക്കുന്നത്? SPGF2 എന്ന് പറഞ്ഞൊരു പ്രൊഫൈലാണ് കേട്ടോ യൂട്യൂബിൽ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഡേ കെയറിലാക്കും. അങ്ങനെയാണ് ഞങ്ങൾ ജോലി എടുത്തേക്കുന്നത്. 2 ഷിഫ്റ്റ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഞങ്ങൾ സ്ഥിരമായിട്ട് അവരെ ഇപ്പൊ വിടുന്നുണ്ട്. പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ ഞങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ്വലായിട്ട് ബുക്ക് ചെയ്ത് അവര് വിടും കേട്ടോ. അപ്പം നമുക്ക് ഉള്ള 3 ദിവസം പെർമനന്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ 2 ദിവസം നമുക്ക് ഓപ്ഷണലാണ്. പിന്നെ സാറ്റർഡേ സൺഡേ ഞാനോ നിമിഷയോ ആരെങ്കിലും ഒരാൾ ഓഫ് എടുക്കാൻ ശ്രമിക്കും. ഞങ്ങളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു, ഓപ്പോസിറ്റ് ഡ്യൂട്ടി ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ കൂടുതൽ നമ്മൾ ഡേ കെയറിൽ വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം വേറെ ആയിട്ട് നമുക്ക് നിവർത്തിയില്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡേ കെയറിലോണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്താണ്. അടുത്ത ചോദ്യം സുജാത സനലാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ഹോസ്പിറ്റലിൽ പോയോ? മെറുക്കുട്ടി മിടുക്കിയായി, റിയുവും സുന്ദരനായിരുന്നു. അമ്മയ്ക്കല്ല പറ്റിയത്, ചാച്ചനാണ് കേട്ടോ പറ്റിയത്. ചാച്ചന് ഹെർണിയയുടെ മൈനർ സർജറി. അത് അതെ, അത് കുറെ നാളായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണം എന്നിങ്ങനെ ചാച്ചനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ചാച്ചനെ സമ്മതിച്ചു, ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ
ഫെമിന ഫഹദ്, ഹായ് ചേച്ചി, ഓസ്ട്രേലിയ എവിടെയാണ് ഇപ്പോൾ? ഞാനും അവിടെയുണ്ട്, മെൽബണിലാണ്. ഞങ്ങൾ NSW-ലാണ് കേട്ടോ, ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡബ്ബോ നമ്മൾ സ്ഥിരം ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഡബ്ബോയിലാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ധന്യ ജോസഫ്, പ്ലീസ് ഡോണ്ട് ടേക്ക് വീഡിയോ വൈൽ ഡ്രൈവിംഗ്, സേഫ്റ്റി ഫസ്റ്റ്, മെനി പീപ്പിൾ ഫോളോ യു ആൻഡ് ഇറ്റ്സ് ഇല്ലീഗൽ. എനിക്ക് തോന്നുന്നത് ഞാൻ ഡ്രൈവ് ചെയ്തപ്പം വേറെ ആരെങ്കിലും എടുത്തത് ഞാൻ എടുത്താന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറില്ല. ഞാൻ എടുക്കുവാണെങ്കിലും വണ്ടി സ്റ്റോപ്പ് ആണെങ്കിലാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. റണ്ണിങ്ങിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തിട്ടപ്പം എടുത്തതായിരിക്കും. അത് ഇല്ലീഗലാണ്, ശരിയാണ്, ഒരിക്കലും ചെയ്തത് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെ, നമ്മുടെ ലൈഫിനെ വെച്ചുള്ള ഇതാണ്. ഇനി എങ്ങാനും ഞാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാതെ ഞാൻ ശ്രദ്ധിക്കാം. അറിയാണ്ട് എടുത്തു പോകണം കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് ഞാൻ അല്ലെ നമുക്കൊരു തോന്നൽ വരും വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ അങ്ങനെ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഹജാറ ആണ് ചോദിച്ചിരിക്കുന്നത്, നിമിഷ ക്ഷീണിച്ചു. നിമിഷം ക്ഷീണിച്ചു. താങ്ക് യു കേട്ടോ. എനിവേ നമ്മളും ഇതുപോലെ എന്തോ ഷുഗർ കട്ടാണ്, അതൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഭയങ്കര ഡയറ്റ് ഫുഡ് കൺട്രോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ എക്സസൈസ് ഒന്നും ഇല്ല കേട്ടോ. ഞാനാണ് എക്സസൈസ്, ഞാൻ എക്സസൈസ് ഒന്നും ഇല്ല. ഞാൻ ഷുഗർ കട്ടാണ് മെയിൻ. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. എനിവേ താങ്ക് യു. ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിനി രവിചന്ദ്രൻ ആണ് ചോദിച്ചിരിക്കുന്നത്, നിമിഷ അന്ന് സ്കൈ ഡൈവ് ചെയ്തപ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൊണ്ടുപോകണോ? താഴെ നിന്ന് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമോ? നമുക്കങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ. പക്ഷേ നമ്മൾ പോണേന് മുമ്പ് ഞാൻ ചെയ്ത ഗോൾഡ് കോഴ്സിലാണ് കേട്ടോ. നമ്മൾ പോണേന് മുമ്പ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവരൊരു ഫോം തരും. ആ ഫോമിനകത്ത് നമ്മളോട് ചോദിക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടോ, കൺസെന്റ് ഫില്ല് ചെയ്യണം. അതെ, കൺസെന്റ് വേണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അപ്പോൾ നമ്മൾ അതിനൊക്കെ ടിക്ക് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ അത്രയുള്ള നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആരോഗ്യ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതെ, അതിപ്പോ നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അവർ മെയിൻ ചോദിക്കുന്നത്. അപ്പം നമ്മളല്ലാതെ നമ്മൾ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് കൺസെന്റ് കൊടുക്കുക. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉത്തരവാദിയാണ് എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതുപോലെ പൂർണ്ണ ഉത്തരവാദിത്വം നിമിഷ ഇപ്പൊ പറഞ്ഞ പോലെ നിമിഷ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് അവർക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചാടാൻ. പറ്റിക്കഴിഞ്ഞാലും അവർക്ക് ഉത്തരവാദിത്വമില്ല, നമുക്ക് തന്നെയാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. പിന്നെ താഴെ നിന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ലാൻഡ് ചെയ്യാറാകുമ്പോഴത്തേക്കും കാണാം അല്ലെ, അല്ല കാണത്തില്ല. പിന്നെ മേളിൽ നിന്ന് ഒരു പൊട്ട് പോലെയൊക്കെ കാണാം കേട്ടോ അവര് ചാടുന്നതും പറക്കുന്നതും. നമ്മൾ അടുത്ത് വരുമ്പോഴേ, കാരണം ഇപ്പൊ ഞാൻ പോയിടത്താണെങ്കിൽ നമ്മളെ ഇവരുടെ അടുത്ത് നിന്ന് മാറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നടന്നു കൊണ്ടുപോയി നമ്മള് ഫ്ലൈറ്റിൽ കയറുന്നു. അതൊന്നും നമ്മൾ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരും ചാടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാ നിമിഷം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ എത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഫ്ലൈറ്റിൽ കയറിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് പോലെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ മാറും കേട്ടോ. അങ്ങനെ പോയി പിന്നെ നമ്മൾ ഒരാളുടെ കൂടെ നമ്മൾ അങ്ങനെ ചാടുകയാണ്. പിന്നെ ഇവരുടെ സ്ഥലത്തേക്ക് അവരോട് പറയും ഇന്ന സ്ഥലത്താണ് നമ്മൾ വന്ന് വരുന്നതെന്നല്ലേ. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പഴേ കഴിച്ചാൽ അറിയുള്ളൂ, നമ്മളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പല്ലിൻ്റെ അലൈനേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലും പിന്നെ അതുപോലെ യൂട്യൂബിൽ കമൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പല്ല് നോക്കിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിമിഷം നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ പല്ല് നിരയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പല്ല് പണ്ട് മറ്റേ എന്താ പറയാ നമ്മള് കൂട്ടക്ഷരം എഴുതുന്ന പോലെ ഒരു പല്ലിന്റെ മേളിൽ ഒരു പല്ല് കയറി അങ്ങോട്ട് നിര തെറ്റിയൊക്കെ ആയിരുന്നു. ഇപ്പം ഇനി എനിക്ക് തോന്നാ ഇനിയും ഒരു 2 മാസം കൂടെ അത് യൂസ് ചെയ്യാനുണ്ട്. 5 ട്രെയും കൂടെ എനിക്കിനി വെക്കാനുണ്ട്. പക്ഷെ ഓൾറെഡി ഞാൻ 10ാമത്തെ ട്രേ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ചിരിക്കുമ്പോഴൊക്കെ ആയാലും നല്ല അല്ലേ വ്യത്യാസം ഉണ്ടല്ലേ. പണ്ടിങ്ങനെ ചിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു പല്ലിങ്ങനെ കയറിയിരിക്കുന്നതും ക്രോസ് പാരി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഇപ്പം നല്ല ഇതുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതെ, പ്രശ്നം അല്ല, നമ്മളൊരു ചേഞ്ചിന് വേണ്ടി ചുമ്മാ ഒരു രസം, ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ പല്ലിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത്. നിമിഷയുടെ പല്ല് കാണുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു ചെറിയൊരു അസൂയ ഉണ്ടാവും കേട്ടോ. നല്ല പല്ല് നമ്മുടെ പല്ല് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ നിമിഷയുടെ പല്ല് നല്ല നിരയായിട്ടിരിക്കുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി
നല്ല പല്ല് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പല്ല് നല്ല വ്യത്യാസമുണ്ട്. എറണാകുളത്ത് നമ്മുടെ പാലാരിവട്ടത്തുള്ള നമ്മുടെ ആശ ചേച്ചിയുടെ അല്ലേ മരിയൻ ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ, മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലാണ് നമ്മൾ ചെയ്തത്. അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പല്ലൊക്കെ നേരെയാക്കാമെന്ന് ആഗ്രഹമുള്ളവർ അവരുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടിക്കലായുള്ള രീതിയിൽ അവർ അത് സെറ്റ് ചെയ്ത് തരും അല്ലേ. ചേച്ചി ഇന്നലെ കൂടെ മെസ്സേജ് ഇട്ടു, ഡോക്ടർ ഇന്നലെ കൂടെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു എങ്ങനെ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. ചേച്ചിക്കാണ് നമ്മളെക്കാളും ടെൻഷൻ, ഡോക്ടറിനാണ് നമ്മളെക്കാളും ടെൻഷൻ. എന്താ പറയുക, പല്ലെങ്ങനെയായി നേരെയോ, വേദന ഉണ്ടോ, വർക്കാവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ കൂടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു, പല്ലൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അതൊക്കെയാണ് ഞങ്ങളുടെ Q&A വിശേഷങ്ങൾ അല്ലേ നിമിഷ? വേറെ എന്തെങ്കിലും നിമിഷ? വേറെ എന്നോട് ഒരാൾ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് ഇപ്പം എനിക്ക് പേര് ഓർമ്മയില്ല. പക്ഷേ എനിവേ മറ്റേ ചിറകാർന്ന മൗനം എന്ന് പറയും. എനിക്ക് ആ വരി ഇങ്ങനെ എഴുതി തന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ആൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ചിറകാർന്ന മൗനം ചിരിയില്ലൊതുങ്ങി മനസമ്മതം നീ മിഴിയാലെയോതി കളിവാക്കു ചൊല്ലി കരളിൻ്റെ ഒരുപാടു നാളായി ഇതിയാനുമുണ്ടേ തിങ്കൾ തുളുമ്പും അഴകിൻ തടങ്ങളിൽ വിരലോടിയാൽ നീ വിടരും കരാരം ചിറകാർന്ന മൗനം ചിരിയില്ലൊതുങ്ങി മനസമ്മതം നീ മിഴിയാലെയോതി. അടിപൊളി. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കലണ്ടർ എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടാണ്. ഇങ്ങനെ വരി എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ഈ വരി എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ നമുക്ക് ഇവിടെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ് കേട്ടോ. ഇനി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. തീർച്ചയായിട്ടും നല്ല പാട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയൊരു Q&A ആയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വിശേഷമൊന്നുമില്ല. റീവട്ടിന്റെ ബർത്ത്ഡേ തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിശേഷം. ഇനിയിപ്പോൾ കുറച്ച് നാളെ നമുക്ക് സെലിബ്രേഷൻ ഒന്നുമില്ല. പിന്നെ ക്രിസ്മസ് വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷമുള്ള ഒരു സംഭവമാണ്. അതെ, തകർക്കണമല്ലേ, ക്രിസ്മസ് അടിപൊളിയാക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നമ്മൾ നേരുന്നു. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഉള്ളൂ അല്ലേ ചേ ക്രിസ്മസിനായിട്ട്. അതിനുള്ള പരിപാടികൾ ഇവിടെ ഏകദേശം എല്ലാം തുടങ്ങി കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. എല്ലായിടത്തും ഒക്കെ ഭയങ്കര തണുപ്പായിരിക്കും. നമുക്ക് ഇവിടെ നല്ല ചൂടിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ ചൂട് തുടങ്ങി. ഇന്ന് വലിയ ഇതുവരെ ഭയങ്കര ചൂടായിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ AC ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. 1-2 ദിവസം നമുക്ക് AC ഇടേണ്ട വന്നിട്ടുള്ളൂ അല്ലേ. ബാക്കി എല്ലാ ദിവസവും നല്ല ദിവസം, ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പൊ പിന്നെ എന്താ നിമിഷം, നമുക്ക് എന്നാ പയ്യെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിന് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. എന്തെങ്കിലും ഇനി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. രാവിലെ ഞങ്ങള് ഒരു കോഫിയിൽ നിൽക്കുന്ന അല്ലേ പിള്ളേർക്കൊക്കെ നമ്മൾ രാവിലെ ബ്രെഡും ന്യൂട്രലൊക്കെ വെച്ച് കൊടുത്ത് പാലൊക്കെ കൊടുത്ത് അവരുടെ വയറൊക്കെ നിറച്ച് നമ്മൾ വിട്ടു. ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവര് നല്ലതായിട്ട് ഫുഡ് കൊടുക്കും കേട്ടോ. അവര് എല്ലാം വെജീസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ എല്ലാം ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. നല്ലൊരു മീൽസ് ആണ് അവിടെ എപ്പോഴും കൊടുക്കുന്നത്. പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇനിയിപ്പോ ഒരു ഞങ്ങളും ചെറിയ രീതിയിൽ 1-2 കഷ്ണം ബ്രെഡും പിന്നെ എന്തോ കറികളൊക്കെ പഴയ ഇരുന്ന കറികളൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണം. ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി എന്താ പറയുക, പിള്ളേർ വരുമ്പോഴത്തേക്കും ആ പരിപാടികളൊക്കെ തീർക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ. നമുക്കത് നല്ല നല്ല എക്സൈറ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് തീർന്നു. ഞങ്ങൾ ആ ഒരു വിഷമം ഇനി കാണാനൊന്നും ഇല്ല. നമുക്ക് പുതിയ എന്തെങ്കിലും കാണാൻ കണ്ടുപിടിക്കണം. അപ്പം എന്താ പറയുക, അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് കേട്ടോ. അനുമോൾക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ജയിച്ച് അനുമോൾക്ക് നമ്മുടെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ജയിച്ചില്ല അല്ലേ? അതെ, അപ്പം ജയിച്ച എല്ലാവർക്കും തന്നെ കൺഗ്രാജുലേഷൻസ്. അടുത്ത വർഷം നീ ബിഗ് ബോസിൽ പോടി, എന്നിട്ട് നീ വിന്നറായിട്ട് വാ. അതിനുള്ള മനക്കെട്ടില്ല. എനിക്ക് പറ്റും, പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ. പോകാൻ ശരിയാവില്ല. നമുക്ക് കണ്ടിട്ടുള്ള സന്തോഷം മതി. എന്താ പറയാ, അങ്ങനെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്.
അതെ ഇനി എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ പോയില്ലെന്ന് പറയാനും പറ്റില്ല കേട്ടോ അല്ലേ? അപ്പോഴത്തെ ഇതുപോലെ അന്നേരത്തെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് അന്നേരം നോക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. ഞങ്ങളെ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചതിനും എന്താ പറയുക കമൻറ്റ് ചെയ്തതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നത് കേട്ടോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു. നമ്മുടെ എല്ലാവർക്കും